ഒരാളെ വലിച്ചു താഴെയിടാൻ ഏറ്റവും നല്ല വഴി സ്ത്രീ വിഷയത്തിൽപ്പെടുത്തുകയും അവർക്കെതിരെ അപവാദം പറഞ്ഞു പരത്തുകയുമാണ്. അതിൽ തന്നെ എക്കാലവും ട്രെൻഡിങ്ങായി നിൽക്കുന്ന വിദ്യ സ്ത്രീ വിഷയമാണ്. സ്ത്രീകളുടെ പേരിൽ ഒരു കേസ് ഉണ്ടായാൽ പിന്നെ അതിൽ നിന്നും കര കയറുക എന്നത് കുറച്ച് മെനക്കെട്ട പണി തന്നെയാണ്. ഈ വിദ്യ ഏറ്റവും കൂടുതൽ പയറ്റി തെളിഞ്ഞിരിക്കുന്നത് രാഷ്ട്രീയക്കാർക്കിടയിലാണെന്ന കാര്യം എടുത്തു പറയേണ്ടതില്ലല്ലോ. രാഷ്ട്രീയത്തിൽ ഒരാൾ തന്നെക്കാൾ വളർന്നു എന്ന് തോന്നിയാൽ ഏറ്റവും ആദ്യം ചുമത്തുന്നത് സ്ത്രീ പീഡന കേസായിരിക്കും. മുൻപ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഉയർന്നു വന്ന സരിത കേസും ഇടതു സർക്കാരിൻ്റെ ആദ്യകാലത്ത് വന്ന സ്വപ്നയുമെല്ലാം ഇതിനുള്ള ഉത്തമ ഉദാഹരണങ്ങളാണ്. ഇതിൻ്റെയൊക്കെ തുടർച്ചയായി ഇപ്പോൾ രാഹുലിനെ സ്ഥാനത്ത് നിന്നും ഇറക്കിയതും പെണ്ണ് തന്നെയായിരുന്നു എന്ന് മനസ്സിലാവുമ്പോഴാണ് ഇതിലെ ഭീകരത മനസ്സിലാവുന്നത്. രാഹുലിൻ്റെ കാര്യത്തിലുള്ള ആകെ ഒരു വ്യത്യാസം ഒരു പെണ്ണു മാത്രമല്ല, ഒരു കൂട്ടം പെണ്ണുങ്ങളായിരുന്നു രാഹുലിനെതിരെ നിലകൊണ്ടത് എന്നതാണ്. ഉന്നതങ്ങളിൽ നിൽക്കുമ്പോഴായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ടപ്പയെന്ന് താഴെ വീണത്. അതിൻ്റെ പുറകിലും ഇതേ ചരട് വലികൾ തന്നെയാണ് നടന്നത് എന്ന് വ്യക്തമാണ്. രാഹുൽ കുറ്റമൊന്നും ചെയ്തില്ല എന്നല്ല പറഞ്ഞു വരുന്നത്. രാഹുൽ ചെയ്ത ആ കുറ്റം ഇരകൾ ഉപയോഗിച്ചത് അദ്ദേഹത്തെ വലിച്ചു താഴെയിടാൻ വേണ്ടി മാത്രമാണ് എന്നാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തതിനെ ഒരു വിധത്തിലും ന്യായീകരിക്കാൻ കഴിയില്ലെങ്കിലും അതിനെതിരെ പ്രതികരിക്കാൻ ഈ സ്ത്രീകളെല്ലാം എടുത്ത സമയപരിധിയാണ് കുറച്ച് കുഴപ്പം പിടിച്ചതായി തോന്നുന്നത്. പ്രധാനമായും അതിശയം തോന്നുന്നത് രാഹുൽ നിർബന്ധിച്ച് അബോർഷൻ ചെയ്യിപ്പിച്ചു എന്ന് പറയുന്ന 2 സ്ത്രീകളും ആ വിഷയം പുറത്തു പറയാൻ എടുത്ത കാലതാമസമാണ്. അതെല്ലാം ഒന്ന് ഒടുങ്ങിയെന്നായപ്പോൾ ഉയർന്നു കേൾക്കുന്ന അടുത്ത പെണ്ണ് കേസ് ഡോക്ടർ സരിനെ കുറിച്ചാണ്. രാഹുലിൻ്റേത് തുടക്കം മുതൽ തന്നെ തെളിവുകൾ നിരത്തിയുള്ള ആക്ഷേപമായിരുന്നതിനാൽ തന്നെ വിശ്വസിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ കേസ് അങ്ങനെയല്ല. നാഗരഞ്ജിനിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഒറ്റ നോട്ടത്തിൽ തന്നെ ആ വാദത്തിൽ വലിയ കഴമ്പൊന്നുമില്ല എന്ന് ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാവും. അതിൻ്റെ പ്രധാന കാരണവും നേരത്തെ ഞാൻ പറഞ്ഞ കാലതാമസമാണ്. എന്നാൽ സരിനോട് നാഗരഞ്ജിനിക്കുള്ള ദേഷ്യം മാത്രമാണ് ഇപ്പോഴത്തെ ഈ പുകിലുകൾക്ക് പുറകിലുള്ളത് എന്ന് പൂർണ്ണമായും പറയാനും പറ്റില്ല എന്നത് വേറെ കാര്യം. അത് മാത്രമാണ് കാരണമെങ്കിൽ കുറഞ്ഞ പക്ഷം സരിൻ പാർട്ട് മാറിയ സമയത്തെങ്കിലും ഈ ഒരു കാര്യം അവർ പുറത്തു പറഞ്ഞേനെ. അടുത്തതായി അവർക്ക് കിട്ടിയ ചാൻസ് രാഹുലിൻ്റെ ഈ ഇഷ്യൂ വന്നപ്പോഴായിരുന്നു. അപ്പോഴും മിണ്ടാതിരുന്ന നാഗരഞ്ജിനി ഇതെല്ലാം കഴിഞ്ഞ് സരിൻ രാഹുലിനെതിരെ ശക്തമായി നിലകൊണ്ടു എന്നായപ്പോഴാണ് വാ തുറക്കുന്നത്. ഇവിടെയാണ് ഇത് വെറുമൊരു രാഷ്ട്രീയ അടവ് മാത്രമാണെന്ന് വ്യക്തമാവുന്നത്. സത്യം പറഞ്ഞാൽ ഇവരൊക്കെ കാണിക്കുന്ന ഈ പൊറാട്ട് നാടകത്തിൽ ഏറ്റവും കൂടുതൽ പെട്ടുപോകുന്നത് യഥാർത്ഥത്തിൽ പീഡനം അനുഭവിച്ച ആളുകളാണ്. അവർ തനിക്ക് പറ്റിയ ചതിവിൽ പ്രതികരിക്കാൻ തയ്യാറാവുമ്പോൾ നീതി നിഷേധിക്കപ്പെടുന്നത് മറ്റുള്ളവർ കാണിക്കുന്ന ഈ കള്ളത്തരത്തിൻ്റെയും അതിസാമർത്ഥ്യത്തിൻ്റെയും പേരിലായിരിക്കും. അന്നിവരുടെ കൂടെ നിൽക്കാനോ സഹായിക്കാനോ ആരുമില്ലാത്ത വണ്ണം ഒറ്റപ്പെട്ടു പോകാൻ തന്നെയായിരിക്കും ഇത്തരം കള്ളക്കേസുകളൊക്കെ ഉപകരിക്കുക. അതുകൊണ്ട് ദയവ് ചെയ്ത് ആർക്കെങ്കിലും ആരെങ്കിലും കുറിച്ചൊക്കെ ഇങ്ങനെ വല്ല പരാതികളും ഉണ്ടെങ്കിൽ സമയവും കാലവും നോക്കിയിരിക്കാതെ പെട്ടെന്ന് തന്നെ റിയാക്ട് ചെയ്യണം. അല്ലെങ്കിൽ വലിയ വില തന്നെ കൊടുക്കേണ്ടി വരും.